ഭാരത് ഹോംസിന്റെ MD സുനിൽകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ സുനിൽകുമാർ, KMRL പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്നു, വ്യത്യസ്ത ട്രാൻസ്പോർട്ടുകളുടെ ഇന്റഗ്രേഷനിലൂടെ മാത്രമേ ഒന്ന് കൊച്ചിയുടെ ഗതാഗതക്കുരുക്ക് കഴിക്കാൻ കഴിയൂ. മാത്രമല്ല, കൊച്ചി മെട്രോ പ്രാവർത്തികമാകണമെങ്കിൽ തന്നെ ആ ഇന്റഗ്രേഷൻ ആവശ്യമാണ് എന്നാണ്. കൊച്ചി നഗരത്തിലെ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ താങ്കൾക്ക് കൊച്ചി നഗരത്തിൽ കൊച്ചി മെട്രോ എന്ത് സംഭാവനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന വിലയിരുത്തലാണുള്ളത്? കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ബൃഹത് പദ്ധതിയായിട്ട് വേണം നമ്മൾ മെട്രോയെ കാണാനായിട്ട്. കാരണം ഇന്ത്യയിലെ മറ്റു നഗരങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനസംഖ്യ കുറവുള്ള കൊച്ചി പോലുള്ളൊരു B ക്ലാസ് നഗരത്തിലേക്ക് മെട്രോ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികൾ മെട്രോയ്ക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു പ്രദേശത്തെ ജനതയുടെ ഒരു മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തോടുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു അനുഭവം, അത് മാറ്റിമറിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും കൊച്ചി മെട്രോയിൽ തരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വളരെ ശുദ്ധീകരിച്ചിട്ടുള്ള, വളരെ നീറ്റായിട്ടുള്ള, വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള, വളരെ നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം നമുക്ക് മെട്രോ പ്രദാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലൂടെ തന്നെ വലിയൊരു ജനവിഭാഗത്തെ അതിലേക്ക് ആകർഷിക്കാനും മെട്രോയ്ക്ക് സാധിക്കും. ഇനി മെട്രോ ലാഭകരമായിരിക്കുമോ അല്ലയോ എന്നുള്ളത് നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ പല പഠനങ്ങളിലും അത് ലാഭകരമായിരിക്കില്ല എന്നാണ് കണ്ടതെങ്കിൽ പോലും കൊച്ചി പോലൊരു നഗരത്തിലെ സ്ഥലലഭ്യതയുടെ കുറവ് കൊണ്ടും സ്ഥലം ഇനി പുതുതായിട്ട് അക്വയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും വർദ്ധിച്ചു വരുന്ന ഗതാഗത തിരക്ക് കൊണ്ടും എല്ലാം ഇത്തരം ഒരു സംവിധാനമാണ് കൊച്ചിക്ക് അഭികാമ്യമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് കൊച്ചിയുടെ മുഖച്ഛായ മാറ്റും. കൊച്ചിയുടെ വ്യവസായ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ കൊച്ചിയുടെ താമസ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ കൊച്ചിയിലെ ഓഫീസ് സങ്കല്പങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും മെട്രോയുടെ വരവെന്നാണ് എനിക്ക് തോന്നുന്നത്. സുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. സുനിൽകുമാർ, താങ്കൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഒരു കീറാമുട്ടി ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? ഒരു മെട്രോ സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ സ്വാഭാവികമാണ് അവർക്ക് നടന്നു വരാം. അതല്ലാതെ മറ്റ് ബസ്സുകളിലും മറ്റ് വാഹനങ്ങളിലും വരുന്നവർക്ക് ഒന്ന് അതിനനുസരിച്ചുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഫീഡർ ബസ്സുകൾ ഉണ്ടാകണം. ഇതൊക്കെ പ്രായോഗികമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തികച്ചും അപ്രായോഗികമായിട്ടുള്ള സജഷനാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇത്ര വലിയ മുതൽ മുടക്കിൽ നമ്മളൊരു സംവിധാനം സൃഷ്ടിക്കുമ്പോൾ, മെട്രോ റെയിൽ എന്നുള്ള സംവിധാനം സൃഷ്ടിക്കുമ്പോൾ, ആ മെട്രോ റെയിൽ എന്ന് പറയുന്നത് കൊച്ചിയുടെ ലൈഫ് ലൈനാണ്. ആ ലൈഫ് ലൈനിന്റെ ഇരുഭാഗത്തും ഏറ്റവും അധികം ആളുകൾ താമസിക്കുകയും ഏറ്റവും അധികം ആൾക്കാർ ജോലി ചെയ്യുകയും ഏറ്റവും അധികം ആൾക്കാർ വാണിജ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ മെട്രോ റെയിലിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകുകയുള്ളൂ. ലോകത്തെല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് മെട്രോ റെയിൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അതിന്റെ 1/2 കിലോമീറ്ററോളം രണ്ട് വശങ്ങളിലും ഏറ്റവും അധികം FIR കൊടുക്കുന്ന, ഏറ്റവും അധികം കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അവിടെ ഷോപ്പിംഗ് മാളുകൾ വരും, അവിടെ മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ വരും, ഓഫീസ് കോംപ്ലക്സുകൾ വരും, IT ഹബ്ബുകൾ വരും. അപ്പോൾ ഈ മെട്രോ റെയിൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന തുകയ്ക്ക് പരമാവധി ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന രീതിയിൽ ആ സംവിധാനത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്രകാരം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീഡർ ബസ്സുകളോ പാർക്കിംഗ് സൗകര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആൾക്കാർക്ക് നടന്നു പോകുന്നതിന്, അതായത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നടന്ന സ്റ്റേഷനിലേക്ക് എത്തുന്നതിനും അവിടെ സ്റ്റേഷനിൽ നിന്ന് നടന്നവരുടെ ഓഫീസിലേക്ക് എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. പല സ്ഥലങ്ങളിലും പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് മെട്രോ റെയിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറും വലിയ കൺവെൻഷൻ സെന്ററുകൾ വരിക, വലിയ IT ഹബ്ബുകൾ വരിക, വലിയ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വരിക, ടൗൺഷിപ്പുകൾ വരിക. അപ്പൊ അത്തരം ഒരു സംവിധാനത്തെ കുറിച്ചുകൂടി കൊച്ചി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളുടെ ഓൾറെഡി നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, ഒരു വലിയ റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ആൾക്കാർ പിന്നെ ദൂരെ പോയി താമസിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരുപാട് ദൂരം യാത്രയായിട്ട് ജോലിക്ക് പോകണം എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ലൈനിന്റെ 1/2 കിലോമീറ്റർ രണ്ട് ഭാഗത്തും, ഇതിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും 1/2 കിലോമീറ്ററെങ്കിലും ദൂരത്തിലുള്ള ഭാഗം പരിപൂർണമായിട്ട് വികസിപ്പിക്കുന്നതിനുള്ള പരമാവധി FIR-ഉം പരമാവധി ഇൻഫ്രാസ്ട്രക്ചറും പരമാവധി ആൾക്ക് താമസിക്കാനും ജോലി ചെയ്യാനും അവർക്ക് ഉല്ലസിക്കാനും ഒപ്പം തന്നെ അവർക്ക് വാണിജ്യം ചെയ്യുന്നതിനും കച്ചവടം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്യുന്നതിന് തയ്യാറായിട്ടുള്ള ഒരുപാട് സുനിൽകുമാർ, ദയവായി തുടരുക. ഒരു ചെറിയ ഇടവേള നമുക്ക് ആവശ്യമായി വരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ്. ഇതിനെ ഒരു വാണിജ്യ സംരംഭമായി ഉയർത്തണമെങ്കിൽ അനുബന്ധമായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്?